നിഡാസ് 54 വൊക്കേഷണൽ പേപ്പർ. വിഷയം: കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന വിക്ക്, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. കുട്ടികളെ ബാധിക്കുന്ന സംസാര ഭാഷാ പരിമിതികളിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നമാണ് വിക്ക്. ലോകത്തിൽ 5 കോടിയോളം ജനങ്ങളെ വിക്ക് ബാധിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളിൽ വിക്കിൻ്റെ ആരംഭഘട്ടത്തിൽ ഒരു വാക്കിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ആവർത്തിച്ച് പറയുന്നതായും, വിക്ക് കൂടുതൽ നാൾ നീണ്ടു നിൽക്കുമ്പോൾ വാക്കുകളുടെ തുടക്കത്തിലും അക്ഷരം വലിച്ചു നീട്ടി പറയുന്നതോ, വാക്കുകൾ തന്നെ പുറത്തേക്ക് വരാതെ ഉള്ളിൽ തടഞ്ഞു നിൽക്കുന്നതോ പോലെ കാണപ്പെടുന്നു. എന്തുകൊണ്ട് വിക്കുണ്ടാകുന്നു? സാധാരണയായി കുട്ടികളിൽ 2 വയസ്സിനും 5 വയസ്സിനും ഇടയിലാണ് വിക്ക് ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് കുട്ടികൾ നീളം കൂടിയ വാക്കുകളും വാക്യങ്ങളും രൂപപ്പെടുത്താൻ തുടങ്ങുന്നതും. അതുകൊണ്ട് സംസാരവും ഭാഷാ വികസനവും നടക്കുന്ന ഈ ഘട്ടത്തിൽ വിക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ജനിതക ഘടകങ്ങൾ, തലച്ചോറിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള ചെറിയ വ്യത്യാസങ്ങൾ, കൂടാതെ കുട്ടി വളരുന്ന പരിസ്ഥിതി എന്നിവയും സ്റ്റട്ടറിങ്ങിനെ അഥവാ വിക്കിനെ ബാധിക്കുന്ന കാരണങ്ങളാണ്. വിക്ക് തനിയെ മാറുമോ? വിക്ക് ബാധിക്കുന്ന 79% ആളുകളിലും വിക്ക് മാറുന്നതായി കണ്ടുവരുന്നുണ്ട്. വിക്ക് കണ്ടു തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ വർഷത്തിൽ തന്നെ വിക്ക് മാറുവാനുള്ള സാധ്യത 80%. എന്നാൽ രണ്ടാമത്തെ വർഷമാകുമ്പോൾ വിക്ക് മാറുവാനുള്ള സാധ്യത 65% കുറയുന്നു. 11 വയസ്സിന് ശേഷം വിക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്നതിനുള്ള സാധ്യത വിരളമാണ്. ആൺകുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് വിക്ക് വേഗം മാറുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിക്ക് വരുമ്പോൾ കുട്ടിയെ പറഞ്ഞു തിരുത്താമോ? വിക്കോട് സംസാരിക്കുമ്പോൾ കുട്ടിയെ പറഞ്ഞു തിരുത്തുക എന്നത് മിക്ക രക്ഷിതാക്കൾക്കും സാധാരണയായി ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ പറഞ്ഞു തിരുത്തുന്നതിലൂടെ കുട്ടി തൻ്റെ വിക്കിനെ പറ്റി കൂടുതൽ ബോധവാനാക്കുകയും അടുത്ത തവണ വിക്ക് വരുമ്പോൾ അത് ഒഴിവാക്കാനായി ബലം കൊടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബലം കൊടുക്കുമ്പോൾ കണ്ണ് ചിമ്മുക, താടി ഇറുക്കുക, മുഖത്തിലും കഴുത്തിലുമുള്ള പേശികൾ മുറുക്കുക, തലയാട്ടുക, നാക്ക് പുറത്തേക്ക് നീട്ടുക തുടങ്ങിയ ചേഷ്ടകൾ കുട്ടി അറിയാതെ സംഭവിച്ചു പോകുന്നു. ഇത് കാണുന്നവർക്ക് കുട്ടിയുടെ വിക്കിൻ്റെ തീവ്രത കൂടിയതായി തോന്നിക്കുന്നു. കുട്ടികളിലെ വിക്ക് എപ്പോഴാണ് കാര്യമാക്കേണ്ടത്? താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ എത്രയും വേഗം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. 1. വിക്കിൻ്റെ തീവ്രത കൂടി വരുന്നതായി കാണുന്നുവെങ്കിൽ. 2. വിക്ക് തുടങ്ങിയിട്ട് 2 വർഷത്തിനു മേലെയായെങ്കിൽ. 3. കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ കുടുംബത്തിൽ ആർക്കെങ്കിലും വിക്ക് ഉണ്ടെങ്കിൽ. 4. വിക്ക് കൂടാതെ കുട്ടിക്ക് ഉച്ചാരണശുദ്ധിക്കുറവ്, പ്രായാനുസൃതമായ സംസാരമില്ലാതിരിക്കുക തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. 5. ഗർഭാവസ്ഥയിലോ കുട്ടിയുടെ ജനനസമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ. നിങ്ങളുടെ കുട്ടിക്ക് വിക്കുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി എത്രയും വേഗം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കുക. തുടക്കത്തിൽ തന്നെ സ്പീച്ച് തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ വിക്ക് മാറുവാൻ സാധ്യത വളരെ കൂടുതലാണ്. കുട്ടിയോട് സംസാരിക്കുമ്പോൾ വേഗത്തിൽ സംസാരിക്കാതെ സാവധാനം സംസാരിക്കുക. കുട്ടി സംസാരിക്കുന്നത് ക്ഷമയോടെ കേൾക്കുക. നിങ്ങൾക്ക് കുട്ടിയുടെ സംസാരത്തിൽ താല്പര്യമുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കണം. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ: കുട്ടിയെ പറഞ്ഞ് തിരുത്തരുത്, കളിയാക്കരുത്, വഴക്ക് പറയരുത്. കുട്ടിയുടെ വിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുവാൻ ഇടയാകാതിരിക്കുക. വിക്ക് കാരണം കുട്ടിക്ക് പറയാൻ കിട്ടാതെ വരുമ്പോൾ കുട്ടിയുടെ സംസാരം തടസ്സപ്പെടുത്താതിരിക്കുക. സംസാരം മുഴുമിപ്പിക്കാൻ കുട്ടിയെ അനുവദിക്കുക. കുട്ടിയെ നിർബന്ധിച്ച് ആരോടും സംസാരിപ്പിക്കാതിരിക്കുക. കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരും നിർബന്ധിക്കാതെ അവൻ സംസാരിച്ചുകൊള്ളും. വിക്ക് കൗമാരക്കാരിലും മുതിർന്നവരിലും. കൗമാരക്കാരിലും മുതിർന്നവരിലും വിക്ക് മാനസികമായ പ്രശ്നങ്ങളുടെ തലത്തിലേക്ക് മാറിയേക്കാം. വിക്ക് മൂലം ഉൾവലിയുന്നത് കൊണ്ട് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടുക, ഉച്ചത്തിൽ വായിക്കേണ്ടി വരുമെന്ന് കരുതി ക്ലാസ്സിൽ കയറാതിരിക്കുക, സ്കൂളിലെ മറ്റു കുട്ടികളുടെ കളിയാക്കൽ മൂലം അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്നിവ വിക്കുള്ള കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. വിക്കുമോ എന്നുള്ള ഭയം മൂലം സമൂഹത്തിൽ നിന്നും ഉൾവലിയുക, അതുമൂലമുണ്ടാകുന്ന അപകർഷതാബോധം, വിക്ക് മൂലം ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെടുക, കഴിവുണ്ടെങ്കിലും കുറച്ചു മാത്രം സംസാരം ആവശ്യമായ ജോലികൾ തിരഞ്ഞെടുക്കേണ്ടി വരിക, ജോലിസ്ഥലത്ത് സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ പോകുക,
ഇതുമൂലം ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് തടസ്സം തുടങ്ങിയവ മുതിർന്നവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. നിങ്ങൾക്ക് വിക്കുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങൾക്ക് സംസാരിക്കുവാൻ ആത്മവിശ്വാസം ഇല്ലാത്ത ചുറ്റുപാടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പതുക്കെ ആ സാഹചര്യങ്ങളിൽ സംസാരിച്ചു തുടങ്ങുക. വിക്ക് വരുമ്പോൾ വളരെ സാവധാനം സംസാരിക്കാൻ ശീലിക്കുക. വിക്ക് നിങ്ങളുടെ പഠനത്തെയോ ജോലിയോ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഉണ്ടെങ്കിൽ ഏതു രീതിയിൽ എന്ന് കണ്ടെത്തുക. വിക്ക് വന്നാലും ആ സാഹചര്യങ്ങളെ ഒഴിവാക്കാതെ സംസാരിക്കുവാൻ ശീലിക്കുക. നിങ്ങൾക്ക് വിക്ക് വരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചേഷ്ടകൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി അവ വരാതെ സംസാരിക്കുവാൻ പ്രാക്ടീസ് ചെയ്യുക. വിക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കുക. വിക്ക് വരും എന്നും ഭയക്കാതെ സംസാരിക്കുക. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ: വിക്ക് വരുമെന്ന് ഭയന്ന് സംസാരിക്കേണ്ട സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒഴിവാക്കാതിരിക്കുക. വിക്ക് വരുമെന്ന് ഭയന്ന് വേഗത്തിൽ സംസാരിച്ച് തീർക്കാതിരിക്കാൻ ശ്രമിക്കുക. വിക്ക് ഉണ്ടെന്ന കാര്യം മറച്ചു വെച്ച് സംസാരിക്കാൻ ശ്രമിക്കരുത്. അറിയേണ്ട കാര്യങ്ങൾ സ്വയം ചോദിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടി വേറൊരാളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക. വിക്ക് വരുമ്പോൾ കേൾക്കുന്ന ആളുടെ പ്രതികരണം എന്താകുമെന്ന് ഭയന്ന് മുഖത്ത് നോക്കാതെ സംസാരിക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ബലം പിടിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക. സംസാരിക്കുമ്പോൾ ശരീരം നന്നായി റിലാക്സ് ചെയ്യുക. എന്താണ് നിലവിൽ വിക്കിനുള്ള ചികിത്സാ മാർഗങ്ങൾ? മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ, പാരമ്പര്യ പ്രശ്നങ്ങൾ എന്നിവ ഒന്നും ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളിലെ വിക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കും. പ്രായത്തിന് അനുസൃതമായ സംസാര ഭാഷ ഇല്ലായ്ക, സംസാരത്തിലെ വ്യക്തതക്കുറവ് തുടങ്ങി മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കും സ്പീച്ച് തെറാപ്പി നൽകേണ്ടതുണ്ട്. ഇതിനായി രക്ഷിതാക്കൾ ചെയ്യേണ്ടത് കുട്ടിക്ക് വിക്ക് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കുക എന്നാണ്. മുതിർന്നവർക്ക് ഉണ്ടാകുന്ന വിക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കില്ലെങ്കിലും വിക്കിൻ്റെ തീവ്രത കുറയ്ക്കാനും വിക്ക് വരുമ്പോൾ സംസാരിക്കുവാൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറ്റുവാനും സാധിക്കും. വിക്കുള്ള മുതിർന്ന വ്യക്തികൾക്ക് സംസാരിക്കാനുള്ള ആത്മവിശ്വാസമില്ലായ്മ, ഭയം, അപകർഷതാബോധം, നാണക്കേട്, കുറ്റബോധം എന്നിവ കൂടി ഉണ്ട് എങ്കിൽ സ്പീച്ച് തെറാപ്പി കൂടാതെ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കൂടി ആവശ്യം വന്നേക്കാം.